നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 152 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 81 പേർ രോഗമുക്തി നേടി. രോഗം ബാധിച്ച 152 പേരിൽ 98 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 46 പേർ. സമ്പർക്കം മൂലം 8 പേരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്കെടുത്താൽ ഡൽഹി 15, പശ്ചിമ ബംഗാൾ 12, മഹാരാഷ്ട്ര 5, തമിഴ്നാട് 5, കർണാടക 4, ആന്ധ്രാപ്രദേശ് 3, ഗുജറാത്ത് 1, ഗോവ 1. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പത്തനംതിട്ട 25, കൊല്ലം 18, കണ്ണൂർ 17, പാലക്കാട് 16, തൃശ്ശൂർ 15, ആലപ്പുഴ 15, മലപ്പുറം 10, എറണാകുളം 8, കോട്ടയം 7, ഇടുക്കി 6, കാസർഗോഡ് 6, തിരുവനന്തപുരം 4, കോഴിക്കോട് 3, വയനാട് 2. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് കൊല്ലം 1, പത്തനംതിട്ട 1, ആലപ്പുഴ 13, കോട്ടയം 3, ഇടുക്കി 2, കോഴിക്കോട് 35, എറണാകുളം 4, തൃശ്ശൂർ 4, പാലക്കാട് 1, മലപ്പുറം 7, കണ്ണൂർ 10. ഇന്ന് 4941 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 3603 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 1691 പേരാണ്. 1,54,759 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. 2282 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 288 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 1,48,827 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 4005 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 40,537 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 39,113 നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 111. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സ്ക്രീനിംഗ് നിർബന്ധമാക്കണമെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചപ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണവുമായാണ് ചിലർ ഇറങ്ങിയത്. പ്രവാസികളെ പ്രകോപിപ്പിക്കാനും സർക്കാരിനെതിരെ രോഷം സൃഷ്ടിക്കാനുമുള്ള ശ്രമമുണ്ടായി. ഒരു കാര്യം തുടക്കത്തിലെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. താൽപ്പര്യമുള്ള പ്രവാസികളെ ആകെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ആ ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരു ഘട്ടത്തിലും
സർക്കാർ പുറകോട്ട് പോയിട്ടില്ല. ഈ നിമിഷം വരെ കേരള സർക്കാർ ഒരു വിമാനത്തിൻ്റെ യാത്രയും മുടക്കിയിട്ടുമില്ല. ഒരാളുടെ വരവിനെയും തടഞ്ഞിട്ടുമില്ല. 72 ഫ്ലൈറ്റുകൾ ഇന്നത്തെ ദിവസം മാത്രം കേരളത്തിലേക്ക് വരാനാണ് അനുമതി നൽകിയത്. 14,058 പേരാണ് ഈ ഫ്ലൈറ്റുകളിൽ ഇന്ന് നാട്ടിലെത്തുന്നത്. ഒന്നൊഴികെ ബാക്കി 71 വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ്. കൊച്ചിയിൽ 24, കോഴിക്കോട് 22, കണ്ണൂരിൽ 16, തിരുവനന്തപുരത്ത് 10. ഇത്തരത്തിലാണ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയത്. നമ്മുടെ ആളുകൾ നാട്ടിലേക്ക് എത്തണമെന്ന നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്രയും വിമാനങ്ങൾക്ക് അനുമതി നൽകിയത്. ഇതുവരെ 543 വിമാനങ്ങളും 3 കപ്പലുകളുമാണ് സംസ്ഥാനത്തെത്തിയത്. 543-ൽ 335 എണ്ണം ചാർട്ടേഡ് വിമാനങ്ങളാണ്. 208 എണ്ണം വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി വന്നതാണ്. ഇതുവരെ 154 സമ്മതപത്രങ്ങളിലൂടെ 1114 വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ ജൂൺ 30 വരെ 462 ചാർട്ടേഡ് വിമാനങ്ങൾക്കാണ് അനുമതി നൽകിയത്. ഇതുവരെ വിദേശങ്ങളിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ച ആളുകൾക്കെല്ലാം സൗജന്യമായി കേരള സർക്കാർ ചികിത്സ നൽകുന്നുണ്ട്. ഗുരുതരമായ മറ്റസുഖങ്ങളുള്ള വയോജനങ്ങൾ ഉൾപ്പെടെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ എപ്പോൾ തിരിച്ചെത്തിയാലും ചികിത്സ വേണ്ടി വന്നാൽ അത് ലഭ്യമാക്കുക തന്നെ ചെയ്യും. 216 ലോകരാജ്യങ്ങളിലും പ്രവിശ്യകളിലുമായി വ്യാപിച്ച രോഗമാണ് കോവിഡ്-19. ഇതുവരെ 4,80,000-ത്തിലധികം ആളുകൾ മരണമടഞ്ഞു. 90 ലക്ഷത്തിലേറെ പേർക്ക് അസുഖം ബാധിച്ചു. 38 ലക്ഷത്തോളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. നമ്മുടെ ഒരു പ്രത്യേകത, ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നതാണ് കേരളീയ സമൂഹം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരെക്കുറിച്ച് ഈ വേദിയിൽ തന്നെ പലതവണ പറഞ്ഞു. കേരളത്തിലേക്കുള്ള യാത്ര മുടങ്ങിയതുകൊണ്ട് മരണമടഞ്ഞവരല്ല അവരാരും. ഓരോ നാട്ടിലും ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇനിയും എത്ര മരിക്കണം എന്ന തലക്കെട്ടുമായി ഒരു മാധ്യമം ലോകത്താകെ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ കേരളീയരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് കണ്ടു. ഭരണകൂടങ്ങൾ അനാസ്ഥ തുറന്നാൽ നാം ഇനിയും നിശബ്ദരായിരുന്നാൽ കൂടുതൽ മുഖങ്ങൾ ചേർക്കപ്പെടും എന്നാണ് ആ പത്രം പറയുന്നത്.
അതിന് മറുപടി പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം കേരളീയർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർ അവിടെ തുടരുകയും വേണ്ടവരാണ്. ഈ രാജ്യങ്ങളിൽ കേരളീയർ അരക്ഷിതരാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നവരെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവരെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുത്തിത്തിരിപ്പിനൊക്കെ ഒരു അതിര് വേണം കേട്ടോ. എന്തുതരം മനോനിലയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് നാം എല്ലാം ചിന്തിക്കണം. ആരുടെയെങ്കിലും അനാസ്ഥ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആണോ ഈ മരണങ്ങൾ സംഭവിച്ചത്? വിദേശ രാജ്യങ്ങളിൽ രോഗബാധിതരായ കേരളീയരെ ആകെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമായിരുന്നോ? ഇന്നാട്ടിൽ വിമാനങ്ങളും ഇതര യാത്രാമാർഗങ്ങളുമില്ലാത്ത ലോക്ക്ഡൗൺ ആയിരുന്നു കഴിഞ്ഞ നാളുകളിലെന്ന് ഇവർക്ക് ബോധ്യമില്ലേ? മരിച്ചു വീഴുന്ന ഓരോരുത്തരും ഈ നാടിന് പ്രിയപ്പെട്ടവരാണ്. അവരുടെ വേർപാട് വേദനാജനകവുമാണ്. അതിൻ്റെ പേരിൽ സങ്കുചിത ലക്ഷ്യത്തോടെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് കോവിഡിനേക്കാൾ അപകടകാരിയായ രോഗബാധയാണ്. സംസ്ഥാന സർക്കാർ പരിശോധനാ കാര്യത്തിലും നിയന്ത്രണങ്ങളുടെ കാര്യത്തിലും കർക്കശമായ നിലപാട് ഇതുവരെ എടുത്തിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും മൂടി വെച്ചതുകൊണ്ട് ഇല്ലാതാകില്ല. കേരളത്തിൽ നിലവിലുണ്ടായിട്ടുള്ള 90% കോവിഡ് കേസുകളും വിദേശത്തു നിന്നോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നവയാണ്. അതിൽ തന്നെ 69% കേസുകളും വിദേശത്തു നിന്ന് വന്നവരിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളിൽ നമുക്കിടപെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഇടപെടലിൻ്റെ ആദ്യപടി അവർ യാത്ര തിരിക്കുന്നതിന് മുൻപ് നടത്തുന്ന സ്ക്രീനിംഗ് ആണ്. ഈ സ്ക്രീനിംഗ് നടത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് യാത്രാവേളയിൽ തന്നെ രോഗം കൂടുതൽ പേരിലേക്ക് പകരും. അതിൻ്റെ ഭാഗമായി പ്രവാസി കേരളീയരുടെ ജീവനാണ് അപകടത്തിലാവുക. നമ്മൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നവരിൽ ഏതാണ്ട് 45% ആളുകൾ രോഗം മാരകമായി ബാധിക്കാൻ സാധ്യതയുള്ള ഗർഭിണികളും വയോജനങ്ങളും കുട്ടികളും മറ്റ് രോഗാവസ്ഥയുള്ളവരുമാണ്. രോഗബാധയുള്ളവരോടൊപ്പം യാത്ര ചെയ്യുന്നത് വഴി ഇവരുടെ ജീവൻ വലിയ അപകടത്തിലാവുന്നു. ഇത് സാധാരണ നിലയിൽ നമുക്ക് അനുവദിക്കാനാവുമോ? അതുപോലെ തന്നെ ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്റ്റുകളും ഉണ്ടാകുന്നത് തടയേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രൈമറി കോണ്ടാക്റ്റ് വഴി ഉണ്ടാകുന്ന മരണനിരക്ക് കൂടുതലാണ്. ഒരാളിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് രോഗം പകരുന്ന
സൂപ്പർ സ്പ്രെഡ് എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മറ്റൊരപകടം. സൂപ്പർ സ്പ്രെഡിന് വിമാനയാത്രകൾ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം കണക്കിലെടുത്താണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്രകൾക്ക് മുൻപായി സ്ക്രീനിംഗ് നിർബന്ധമാക്കേണ്ടതുണ്ട് എന്ന് നാം തീരുമാനിച്ചത്. കാര്യക്ഷമമായി സ്ക്രീനിംഗ് നടത്താനുള്ള സൗകര്യങ്ങളൊരുക്കി യാത്രയെ തടയാതെയും നീട്ടിവെപ്പിക്കാതെയും നാട്ടിലെത്തിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത്. അതെങ്ങനെ സാധ്യമാകും എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റുമായും എംബസികളുമായും ബന്ധപ്പെട്ടു. ഈ മാസം 20 മുതൽ യാത്രക്കാർക്ക് ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ആ ദിവസം അത് പ്രായോഗികമാകാതെ വന്നു. തുടർന്ന് 5 ദിവസം സമയം ദീർഘിപ്പിച്ചു. അതിനിടയിൽ വിദേശ മന്ത്രാലയം ഇടപെട്ട് തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന് നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. വിമാനയാത്രികരെ ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദേശ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം അറിയിച്ച കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. UAE-യിലും ഖത്തറിലും പരിശോധനാ സംവിധാനങ്ങൾ നിലവിലുണ്ട്. കുവൈത്തിൽ 2 ടെർമിനലുകളിൽ മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അറിയിച്ചത്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും നാട്ടിലെത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലയിൽ തന്നെയാണ് ഈ പ്രശ്നത്തിൽ ഓരോ ഘട്ടത്തിലും നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നാളെ മുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളും സ്വകാര്യ ഫ്ലൈറ്റുകളും വന്ദേ ഭാരത് മിഷനിൽ പെടുന്ന ഫ്ലൈറ്റുകളും കേരളത്തിലേക്ക് വരുമ്പോൾ ഇനി പറയുന്ന നടപടികൾ സ്വീകരിക്കും. ടെസ്റ്റ് സൗകര്യമുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും ടെസ്റ്റ് നടത്തുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കണം. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അവർ കയ്യിൽ കരുതണം. യാത്രാ സമയത്തിന് 72 മണിക്കൂറിനകത്തായിരിക്കണം ടെസ്റ്റ്. അതായത് ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ സാധുത 72 മണിക്കൂറായിരിക്കും. എല്ലാ യാത്രക്കാരും COVID-19 ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വിവരം നൽകണം. എത്തിച്ചേരുന്ന വിമാനത്താവളത്തിൽ സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സ്ക്രീനിങ്ങിന് എല്ലാ യാത്രക്കാരും വിധേയമാകണം. രോഗലക്ഷണമുള്ളവരെ മാറ്റി നിർത്തുകയും കൂടുതൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. വിദേശത്ത് ടെസ്റ്റിന് വിധേയമാകാത്ത എല്ലാ യാത്രക്കാരും അവർക്ക് രോഗലക്ഷണമില്ലെങ്കിൽ കൂടി ഇവിടെ എത്തുമ്പോൾ വിമാനത്താവളത്തിൽ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയരാകണം. ടെസ്റ്റിൽ പോസിറ്റീവാകുന്നവർ RT-PCR അല്ലെങ്കിൽ ജീൻ എക്സ്പ്രസ് അതുമല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റിന്
വിധേയമാകണം. ടെസ്റ്റ് റിസൾട്ട് എന്തായാലും എല്ലാ യാത്രക്കാരും സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ 14 ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ പോകണം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ ധരിക്കണം. കൈകൾ അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കാൻ ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിക്കണം. ഖത്തറിൽ നിന്ന് വരുന്നവർ ആ രാജ്യത്തിൻ്റെ എത്രാസ് എന്ന മൊബൈൽ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരാകണം. ഇവിടെ എത്തുമ്പോൾ കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. UAE നിന്ന് വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കാരണം രാജ്യത്തിന് പുറത്തേക്ക് വിമാനമാർഗം പോകുന്ന മുഴുവൻ പേരെയും UAE ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. ഒമാൻ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ നിർബന്ധമായും ധരിക്കണം. അതോടൊപ്പം സാനിറ്റൈസർ കരുതുകയും വേണം. സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവർ N95 മാസ്കും ഫേസ് ഷീൽഡും കയ്യുറയും ധരിച്ചാൽ മാത്രം പോരാ, അവർക്ക് PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് ധരിച്ചിരിക്കണം. കുവൈറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളും PPE കിറ്റ് ധരിച്ചിരിക്കണം. വിമാനത്താവളത്തിലെത്തിയാൽ ഇരു രാജ്യങ്ങളിലുള്ളവരും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. ആരോഗ്യ വിഭാഗം അനുവദിച്ച ശേഷമേ അവർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. യാത്രക്കാർ ഉപയോഗിക്കുന്ന PPE കിറ്റുകൾ, കയ്യുറ, മാസ്ക് ഇവയെല്ലാം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ സുരക്ഷിതമായി നീക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. ഇവിടുത്തെ എയർപോർട്ടുകളിൽ ടെസ്റ്റിനുള്ള സൗകര്യമൊരുക്കും. ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് സർക്കാർ ഏർപ്പെടുത്തുന്ന നിബന്ധനകൾ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം, പകർച്ചവ്യാധി തടയൽ നിയമം എന്നിവ പ്രകാരം നടപടിയെടുക്കും. ഈ കാര്യങ്ങൾ വിദേശ മന്ത്രാലയത്തെയും ബന്ധപ്പെട്ട എംബസികളെയും അറിയിക്കും. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് സംസ്ഥാനം NOC നൽകുന്നുണ്ട്. എന്നാൽ അപേക്ഷയിൽ നിശ്ചിത വിവരങ്ങളില്ലാത്തതിനാൽ എംബസികൾ അവ നിരസിക്കുന്നുണ്ട്. അപേക്ഷ നൽകുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമ്മതപത്രത്തിനുള്ള അപേക്ഷകൾ കുറഞ്ഞത് 7 ദിവസം മുൻപ് നോർക്കയിൽ ലഭിക്കണം. യാത്ര ഉദ്ദേശിക്കുന്ന തീയതി, വിമാനങ്ങളുടെ എണ്ണം, യാത്രക്കാരുടെ എണ്ണം, പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ വിമാനത്താവളങ്ങൾ, വിമാനക്കൂലി ഈടാക്കിയാണോ യാത്രക്കാരെ കൊണ്ടുവരുന്നത്, അങ്ങനെയാണെങ്കിൽ നിരക്ക്, യാത്ര തിരിക്കും മുൻപ് കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം അറിയിക്കേണ്ടത്. എല്ലാ വിശദാംശങ്ങളും വെബ്സൈറ്റിലുണ്ട്.
കോവിഡ് രോഗബാധ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ടെക്നിക്കൽ വിഭാഗത്തിലേതുൾപ്പെടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നാളെ രാവിലെ 7 മണി മുതൽ സേവന സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഒഴികെയുള്ള എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും 90% ജീവനക്കാരും അവരുടെ സേവനം ക്രമസമാധാന വിഭാഗം ADGPക്ക് ലഭ്യമാക്കും. ഇവർ നാളെ രാവിലെ ജില്ലാ പോലീസ് മേധാവിമാർ മുൻപാകെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പോലീസ് മൊബിലൈസേഷൻ്റെ ചുമതല ബറ്റാലിയൻ വിഭാഗം ADGPക്കാണ്. വിദേശത്ത് നിന്ന് ധാരാളം മലയാളികൾ തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ IPS ഓഫീസർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലെയും പൊതുവായ ചുമതല പരിശീലന വിഭാഗം IG തുമ്മല വിക്രമിനാണ്. ഡോക്ടർ ദിവ്യ V ഗോപിനാഥ്, വൈഭവ് സക്സേന എന്നിവർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെയും നവനീത് ശർമ്മയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൻ്റെയും ചുമതല നൽകി. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ ചുമതല ചൈത്ര തെരേസ ജോണിനാണ്. യതീഷ് ചന്ദ്ര, R ആനന്ദ് എന്നിവർക്കാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ചുമതല. ഓരോ വിമാനത്താവളത്തിലും സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർക്കും ചുമതല നൽകി നിയോഗിക്കും. മാസ്ക് ധരിക്കാത്ത 4963 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 10 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. അതിഥി തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ മാർഗം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവരുടെ രേഖകളും മറ്റും പരിശോധിക്കുന്നതിന് അതിർത്തി റെയിൽവേ സ്റ്റേഷനുകളിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്നവരെ ക്വാറന്റൈനിലേക്ക് വിടുകയാണ്. പാസ് ഇല്ലാതെ വരുന്നവരാണെങ്കിൽ കോൺട്രാക്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ ഉത്തരവാദിത്വത്തിലാണ് ക്വാറന്റൈനിലേക്ക് അയക്കുന്നത്. എന്നാൽ യാത്രാ പാസ്സില്ലാതെ എത്തുകയും ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാർ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം അതിഥി തൊഴിലാളികളെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിർത്തി തിരികെ പോകുന്ന ട്രെയിനുകളിൽ കയറ്റിവിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ തിരിച്ച് കയറ്റിവിടാൻ പാടില്ല. പകരം അവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കും. ഏത് ജില്ലയിലേക്കാണോ പോകേണ്ടത് ആ ജില്ലയിലെ ഭരണ സംവിധാനം ക്വാറന്റൈൻ സൗകര്യമൊരുക്കണം. അവർക്കിവിടെ തന്നെ തൊഴിലെടുക്കുന്നതിന് അവസരം നൽകാൻ ജില്ലാതലത്തിൽ സൗകര്യങ്ങളും ഒരുക്കും. ക്വാറന്റൈൻ സമയത്തിന് ശേഷം സന്നദ്ധ സേനാ വളണ്ടിയർമാർക്കുള്ള ഓൺലൈൻ പരിശീലനം നാളെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ പ്രീ മൺസൂൺ പരിശീലനം 20,000 പേർക്ക് നൽകും. രജിസ്റ്റർ ചെയ്ത 3.5 ലക്ഷം വളണ്ടിയർമാർക്ക് ആഗസ്റ്റ് മാസത്തോടെ പരിശീലനം നൽകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ID കാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. തൊഴിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന 16 ക്ഷേമനിധി ബോർഡുകൾ
11 കുറക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായും കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായും സംയോജിപ്പിക്കും. കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡും കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡും കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡുമായി ചേർക്കും. കേരള ബീഡി ആൻഡ് സിഗാർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായുമാണ് സംയോജിപ്പിക്കുക. ഉയർന്ന ഭരണച്ചെലവ് കാരണം മിക്ക ക്ഷേമനിധി ബോർഡുകളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പല ബോർഡുകളുടെയും നിലനിൽപ്പ് തന്നെ പ്രയാസമായിട്ടുണ്ട്. ബോർഡുകളിൽ അംഗമായ തൊഴിലാളികൾ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് എണ്ണം കുറയ്ക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഈ പ്രശ്നം പഠിക്കാൻ ലേബർ കമ്മീഷൻ അധ്യക്ഷനായി തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് 16 ബോർഡുകൾ 11 കുറക്കാൻ തീരുമാനിച്ചത്. ഇത് പ്രാവർത്തികമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന കാര്യാലയം ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ കൈമാറി. കൂടാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 300 PPE കിറ്റ്, 3 ലക്ഷം മാസ്ക് എന്നിവയും വിതരണം ചെയ്തു. സംസ്ഥാനത്ത് 10 വീടുകൾ നിർമ്മിച്ചു നൽകിയതായും 40 കുട്ടികൾ TV വിതരണം ചെയ്തതായും 1000 കേന്ദ്രങ്ങളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ ആരംഭിച്ചതായും അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ആറളം ഫാം തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ആദ്യ ഗഡു 24,19,154 രൂപ നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ 11,02,777 രൂപ. പാലക്കാട് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ 2,12,000 രൂപ. CPIM കോന്നി ഏരിയ സെക്രട്ടറിയായിരിക്കെ മരണമടഞ്ഞ CG ദിനേശിൻ്റെ സ്മരണാർത്ഥം കുടുംബം 50,000 രൂപ. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച 70,000 രൂപ. ഇടുക്കി പൂമാല ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലെ ST പ്രൊമോട്ടർമാർ 15,000 രൂപ. കണ്ണൂരിലെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ പാഴ്വസ്തുക്കൾ വിറ്റ് സ്വരൂപിച്ച 10,000 രൂപ. ഇത്രയാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ.